എത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു വിഭജിക എന്ന് വ്യക്തമാകുന്നതാണ് ഈ ജംഗ്ഷനിൽ കാണുന്ന ഈ ഫ്ലക്സുകൾ. നിരവധി ക്രൂരതകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ രണ്ടുപേരുടെയും മരണത്തെ തുടർന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് വിഭജിക എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ വേദനിപ്പിക്കുന്ന, കരളലിയിക്കുന്ന, അവൾ അനുഭവിച്ച ക്രൂരതകളുടെ കഥകളാണ് അവൾ എഴുതി വച്ചിരിക്കുന്നത്. എല്ലാവരോടും തന്നെ വളരെ സൗമ്യമായി പെരുമാറുന്ന, വളരെ ബോൾഡായ ഒരു കുട്ടി എങ്ങനെയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യമുനയിൽ തന്നെയാണ് എല്ലാവരുമുള്ളത്. നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസമാണ് ഷാർജയിൽ കൊല്ലം സ്വദേശിനിയായ 32 വയസ്സുകാരിയായ വിഭജികയെയും വിഭജികയുടെ മകളായ 1 വയസ്സുള്ള വൈഭവിയെയും ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കൊല്ലം പുട്ടാണിമുക്ക് സ്വദേശികളാണ് ഇവർ. ഇക്കഴിഞ്ഞ ദിവസമാണ് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന ആ വാർത്ത പുറത്തു വന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വിഭജികയുടെ നാട്ടിലാണ്. എനിക്ക് ചുറ്റും നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. പുട്ടാണിമുക്കാണ് ഞാനിപ്പോൾ ഉള്ളത്. എത്രമേൽ പ്രിയപ്പെട്ടവളായിരുന്നു വിഭജിക എന്ന് വ്യക്തമാകുന്നതാണ് ഈ ജംഗ്ഷനിൽ കാണുന്ന ഈ ഫ്ലക്സുകൾ. നിരവധി ഫ്ലക്സുകളാണ് ഇവിടെ അണിനിരന്നിരിക്കുന്നത്. അതായത് ആ കുട്ടി ഈ ഗ്രാമത്തിനും ഗ്രാമവാസികൾക്കും ഏറെ പ്രിയപ്പെട്ടവളായിരുന്നു. 2020 വിഭജികയും നിതീഷും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. അതിനുശേഷം വൈഭവി എന്ന കുട്ടി ജനിക്കുന്നു. വൈഭവിക്ക് 1 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. നിരവധി ക്രൂരതകളുടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഈ രണ്ടുപേരുടെയും മരണത്തെ തുടർന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം ജീവനൊടുക്കുന്നതിന് തൊട്ടു മുൻപ് വിഭജിക എഴുതിയ ആത്മഹത്യാക്കുറിപ്പിൽ വേദനിപ്പിക്കുന്ന, കരളലിയിക്കുന്ന, അവൾ അനുഭവിച്ച ക്രൂരതകളുടെ കഥകളാണ് അവൾ എഴുതി വച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇക്കഴിഞ്ഞ തൊട്ട് അടുത്തുള്ള മണിക്കൂറിൽ പുറത്തു വന്ന, അതായത് ഈ വിഭജികയുടെ ഭർത്താവായ നിതീഷിൻ്റെ ചില ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതും ഇയാളുടെ സ്വഭാവ വൈകല്യത്തിൻ്റെ സൂചനകളായി കാണാവുന്നതാണ്. ഷാർജയിൽ മരിച്ച വിഭജികയുടെയും മകളുടെയും മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളെ നിതീഷും കുടുംബവും തടയാൻ ശ്രമിക്കുന്നതായുള്ള റിപ്പോർട്ടുകളും നിലവിലിപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ നാട്ടുകാർ എല്ലാവരും തന്നെ ഞെട്ടലോടെയാണ് ഈ വാർത്ത നോക്കിക്കാണുന്നത്. കാരണം ഈ നാട്ടിൽ കളിച്ച് വളർന്ന, പഠിച്ച് വളർന്ന ഒരു കുട്ടിക്ക് ഇത്തരത്തിൽ ജീവനൊടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം അവരെ ഏറെ വേദനിപ്പിക്കുന്നുണ്ട്. വെക്കേഷൻ സമയത്ത് ഉൾപ്പെടെ വിഭജിക ഇവിടെ വരാറുണ്ടായിരുന്നു. അതായത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഇവിടെ വെക്കേഷൻ സമയത്ത് വരാറുണ്ട്. നാട്ടുകാരോട് എല്ലാവരോടും തന്നെ വളരെ സൗമ്യമായി പെരുമാറുന്ന, വളരെ ബോൾഡായ ഒരു കുട്ടി എങ്ങനെയാണ് ഇത്തരത്തിൽ ജീവനൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് എന്നുള്ള ചോദ്യമുനയിൽ തന്നെയാണ് എല്ലാവരുമുള്ളത്. ഏറെ നെഞ്ചുലപ്പിക്കുന്ന വാക്കുകളാണ് നാട്ടുകാരും നമ്മളോട് പ്രതികരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഷാർജയിലേക്ക് വിഭജികയുടെ അമ്മയും മറ്റ് ബന്ധുക്കളും ഇപ്പോൾ പോയിരിക്കുകയാണ്. വിഭജികയുടെ മൃതശരീരം വിട്ടുകിട്ടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ പോയിരിക്കുകയാണ്. അവിടെയുള്ള നിയമ നടപടികളെല്ലാം തന്നെ പൂർത്തിയായതിന് ശേഷം വിഭജികയെയും മകളെയും ഇങ്ങോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് അവരും പങ്കുവയ്ക്കുന്നത്. അതേസമയം വിഭജികയുടെ ഭർത്താവും നിതീഷും അതുകൂടാതെ കുടുംബവും മകളെ, അതായത് വൈഭവി എന്ന 1 വയസ്സുകാരിയുടെ മൃതശരീരം തങ്ങൾക്ക് വേണം, അവിടെ സംസ്കരിക്കണം എന്നുള്ള അഭിപ്രായവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്തായാലും ഞെട്ടിപ്പിക്കുന്ന ക്രൂരതകളാണ് വിഭജിക ജീവനൊടുക്കുന്നതിന് മുൻപ് രേഖപ്പെടുത്തിയത്. അവൾ എല്ലാ വിഷമങ്ങളും മനസ്സിൽ അടക്കിപ്പിടിച്ച് ജീവിക്കുകയായിരുന്നു. ബന്ധുക്കളോട് വരെ, അതായത് ഉറ്റവരോട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, അതായത് കുടുംബജീവിതത്തിൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വീട്ടുകാരെ ഒന്നും തന്നെ അറിയിക്കാതെ അവൾ
കടിച്ച് സഹിച്ച് ജീവിക്കുകയായിരുന്നു. ഒടുവിൽ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തേണ്ടിയും വന്നിരിക്കുന്നു. ഏറെ വേദനിപ്പിക്കുന്ന, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളും വിഷമങ്ങളും എല്ലാം തന്നെയാണ് ഈ പൂട്ടാണിമുക്ക് ഗ്രാമവാസികളും വിഭജിയുടെ ബന്ധുക്കളും എല്ലാവരും തന്നെ പറയുന്നത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.